സായി എന്ന് പറയുന്ന കഥാപാത്രം, സായി മാസ്റ്റർ, അത് ആരായിരുന്നു? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സായി മാസ്റ്റർ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും ഞങ്ങൾ നാടക ലോകത്ത് കാണുന്നൊരു മനുഷ്യനാണ്. കാരണം ഒരു വേറൊന്നിനുമല്ലാതെ, പണത്തിനും ഒന്നുമല്ലാതെ നാടകം കൊണ്ട് സാമൂഹ്യ തിന്മകൾ പറയാനുള്ളൊരു കഥാപാത്രമുണ്ട്. അതുപോലുള്ള ഈ കുടിയേറ്റ മേഖലകളിൽ ഈ കനവിലെ ബേബി ചേട്ടനെ പോലുള്ള നാടകം കൊണ്ട് ഉദ്ധരിക്കുക, നാടകം കൊണ്ട് നന്നാക്കാതെ അതൊരു വല്ലാത്തൊരു എക്സെൻട്രിക് ക്യാരക്ടറും കൂടിയാണ്. തിയേറ്റർ അറിയാവുന്ന, നാടകം എന്ന് പറയുന്നത് ഒരുപാട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പല ഷെൽഫുകളും ബാക്കിയുണ്ടാവില്ല നാടകകൃത്തുക്കളില്ലായിരുന്നെങ്കിൽ. അപ്പോൾ അതുപോലുള്ള നാടകത്തെ വളരെ സീരിയസ് ആയി സമീപിക്കുന്ന, അത്യാവശ്യം നാടകം തന്നെ ഏറ്റവും വലിയ ലഹരി എന്ന് കരുതുന്ന ഒരു കഥാപാത്രമാണ് ഹേമന്ത് എഴുതിയത്. അതിന് തന്നെയാണ് കണ്ടെത്തിയത്. അത് ഓക്കെ. അപ്പം നുണ എന്ന ഒരു ക്രൂവിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഭയങ്കര ഇതായിരുന്നു. ഞാനവിടെ വിളിക്കുന്നു, രാജേഷ് വിളിക്കുന്നു, അവിടെ എത്തുന്നു. അപ്പോൾ എനിക്ക് ഒരു 2-3 ദിവസം അവിടെ മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. ഇന്ദ്രൻസ് സാറിൻ്റെ ഒരു അഭിനയമൊക്കെ എൻ്റെ ഉള്ളിലൊരു ഭയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാടകമായതുകൊണ്ട് തന്നെ മെലവായി പോവോ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് രാജേഷിൻ്റെ മുഖത്തേക്ക് നോക്കും, പിന്നെ ഭയങ്കര ഭയത്തോടെ, പിന്നെ പോൾ സാറിനൊന്ന് നോക്കും, പിന്നെ ഇന്ദ്രൻസ് സാറിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സമാധാനമാണ്, കണ്ണുകൊണ്ടിങ്ങനെ അറിയും. അപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. അത് ഞങ്ങൾ തിയേറ്ററിൽ പലപ്പോഴും ബിഹേവ് ചെയ്യാൻ അറിയാത്തവരൊന്നുമല്ല നാടക നടൻ എന്ന് വെച്ചാൽ അറിയാം, അസലായിട്ട് അറിയാം. ഉദാഹരണത്തിന് എൻ്റെ ബിജുവൊക്കെ. പക്ഷേ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി ഉറക്കപ്പാടേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ ബിഹേവ് ചെയ്യേണ്ട അവസ്ഥ അത് ഒരുപാട് എൻ്റെ രാജേഷ് ഡയറക്ടർ ഒരുപാട് തിരുത്തിയിട്ടുണ്ട് പല സ്ഥലത്തും. ഏറ്റവും കൂടുതൽ തിരുത്തിയത് ഡബ്ബിങ്ങിലാണ്. ശരിക്കും വെള്ളം കുടിച്ചില്ല, ആദ്യത്തെ അനുഭവം അല്ലേ. അപ്പം ഞാൻ വലിയ മുക്കലും മൂളിനൊക്കെ കുറച്ച് കൂട്ടി ഞാൻ വിചാരിച്ചു പിന്നെയാണ് മുക്കേണ്ടത്, പിന്നെ എനിക്ക് അന്നേരം ബോധ്യമില്ല. അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആദ്യത്തെ അല്ലേ, കോംപ്രമൈസ് ഇല്ലാത്ത ഡയറക്ടറും കൂടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ കിട്ടുന്നവരെ നമ്മൾ അധ്വാനിപ്പിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു അറിയാവുന്ന. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡബിങ്ങൊക്കെ വളരെ ആദ്യമൊക്കെ കഷ്ടപ്പെട്ടു, പിന്നെ അത് ശീലമായി മാറി. വളരെയധികം പോസിറ്റീവ് വൈബായിരുന്നു ആ തിയേറ്റർ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഗംഭീരമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ നമുക്കറിയാലോ, ഒരു സ്ഥലത്തിലെ ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ കാര്യം ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ബോഡിയിലൊരു എനർജി പാസ് ചെയ്യും അല്ലേ, നമുക്ക് പൊതുവെ ഒരു സ്ഥലം കണ്ടാൽ അല്ലേ. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ ആ യൂണിറ്റിലേക്ക് കാര്യം ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു അത് ഭയങ്കരമായിട്ട്. അത് ആ ഫിലിം ഞാൻ കണ്ടപ്പോഴും, ഡബിങ് സമയത്ത് കണ്ടപ്പോഴൊക്കെ ആ ഒരു ഭയങ്കരമായിട്ട് നല്ലൊരു ഡയറക്ഷൻ, നല്ല തിരക്കഥ, എല്ലാവരും പറ്റിയ നടന്മാർ എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ബിഹേവ് ചെയ്ത് ഒരു അത്ഭുതമാണ് ഇന്ദ്രൻ സാർ മലയാള സിനിമയിൽ. കാരണം ഏറ്റവും വിനയം, അവിടെ അഭിനയമായിരുന്നില്ല ഏറ്റവും കഷ്ടപ്പാട്. ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ട ഒരു വിഷയമാണ് ഇന്ദ്രൻ സാറിനെ കുറിച്ച്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അഭിനയം കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഇരിക്കുമ്പം ഓരോ കൂട്ടങ്ങൾ വരികയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കാൻ. അപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഇരിക്കാൻ നേരമില്ല. ഒന്നിരിക്കുമ്പോഴേക്കും പിന്നെ അവിടെ വരും. അപ്പോൾ എല്ലാം ചിരിച്ചുകൊണ്ട് മുഴുവൻ പേർക്ക് നിന്ന് കൊടുക്കുന്ന, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ആ മനസ്സൊക്കെ കാണുമ്പോൾ ആ തലപ്പത്തിരിക്കുന്നവരെ അങ്ങനെ, പിന്നെ അങ്ങോട്ട് താഴെയുള്ളവരാണ് അറിയാലോ, വളരെ സന്തോഷമായിട്ട് എല്ലാവരും അന്വേഷിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വേസ്റ്റ് ഇല്ലാത്തൊരു ഒരു യൂണിറ്റ് ആയിരുന്നു അത്. ഒന്നിനും അത് യൂണിറ്റിലുള്ള കുട്ടികളടക്കം, പിന്നെ പോൾ സാറിൻ്റെ ക്യാമറയും എല്ലാം കൂടെ ആ ഗ്രൂപ്പ് ഗംഭീരം പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന എൻ്റെ വിശ്വാസം. പ്രമോദേട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ഒരു പൊളിറ്റീഷ്യൻ്റെ ക്യാരക്ടറാണ് ഈ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം പറയേണ്ടത്, ഇതൊരു ആഗ്രഹ സാഫല്യമാണ്. കാരണം ഈ സിനിമ പിന്നെ ചിലപ്പോൾ ഒരു കടം വീട്ടിലും ആകാം എന്നൊക്കെ തോന്നുന്നു. കാരണം ഞാൻ നാടക പ്രവർത്തനമാണ്, ഒത്തിരി 6 വർഷം നാടകം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു ആളാണ്. അപ്പോൾ അതിൽ ഈ 2 മഹത് വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ, അവരുടെ വർക്കിൽ നിൽക്കാൻ പറ്റില്ല. രാജശേഖരൻ്റെ ഹേമന്തേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ പല അമ്പലപ്പറമ്പുകളിൽ വെച്ചും പള്ളിപ്പറമ്പുകളിൽ വെച്ച് കാണുമ്പോൾ പറയും നമുക്കൊന്ന് കൂടണ്ടേ. അപ്പോൾ ചില നമ്മൾ നേരത്തെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവരോടൊപ്പം, അത് സിനിമയിലായത് വലിയ ഭാഗ്യം, സന്തോഷം. പിന്നെ PRC എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അല്ല, എത്ര അത് ഉറപ്പെടുത്തിയ അതൊക്കെ തന്നെ.
അപ്പോൾ ഒരുപാട് പണിയെടുക്കേണ്ടതായിട്ട് വന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പണി എടുപ്പിക്കുകയായിരുന്നു. PRC എന്ന് പറഞ്ഞാൽ എന്താണ്? PRCയുടെ ഒരു ഫുൾ ഫോം ഉണ്ടോ? പറമ്പത്ത് രാമൻ മകൻ ചന്ദ്രൻ. ഞാൻ കൊടുക്കാത്തല്ലോ. അത് ഒരു ആ ഫുൾ ഫോം പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ. ഞാനിപ്പോ അത് ഓർത്ത് പറഞ്ഞാണ്. അങ്ങനെ ഈ പേര് അങ്ങനെ ക്യാരക്ടറിന്റെ പേരുകൾ വലുതായിട്ട് പറഞ്ഞില്ല. എല്ലാവരും മറ്റുള്ളവരാണ് കൂടുതൽ പറയുന്നത്. ഞാൻ എൻ്റെ പേര് കൂടുതലായി പറയാറില്ല. രസകരമായൊരു ക്യാരക്ടറാണ്. വളരെ സന്തോഷം. പിന്നെ ഒപ്പം എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. എല്ലാവരും പറഞ്ഞു തിരിച്ചു അല്ല ഞാൻ തിരുത്തുന്നൊക്കെ. അപ്പം എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. വലിയ സന്തോഷം. എന്താ പറയുക, ഒരു മനോഹരമായ സിനിമയായിരിക്കും ഉറപ്പാണ്. അതിൻ്റെ കാരണം ഈ ഒരുപാട് നമ്മൾ ഈ മലയാള സിനിമ അല്ല ലോക സിനിമ കീഴടക്കാൻ വരുന്ന ആളുകളല്ല. ഞങ്ങളിവിടെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വരുന്ന കുറേ ആളുകളുടെ കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് നാടക പ്രവർത്തകർ. നമ്മൾ കുറേ കാലം വെളിയിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ എനിക്കിപ്പോൾ. നമ്മളിപ്പോൾ കുറച്ച് നാടകത്തിൽ നിന്ന് ഒരു 1-2 വർഷം കൊറോണ എൻ്റെ ജീവിതത്തിൽ വഴിമാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കൊറോണ വന്നതോടുകൂടി ഞാൻ സിനിമയിലേക്ക് എല്ലാ നാടകം ഇട്ടാൽ ഒരിക്കലും വരില്ല. കൊറോണ കാരണമാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. കാരണം നാടകം ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ തീരുമാനം വരുന്ന ജേക്കബേട്ടനായിട്ട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ ചെയ്യില്ലായിരുന്നു. അങ്ങനെ അപ്പം അതിലേക്ക് എത്തി. ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ രാജേട്ടൻ ഒരു എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയില്ല, ഇങ്ങനെ കുഴപ്പമില്ല, അന്നാ ഒന്ന് വയനാട് വരെ വരാം, ഒരു സീരിയസ് സാധനം ഉണ്ട് ചെയ്യാം. വിളിച്ചാൽ മതി. അപ്പം അങ്ങനെ എത്തിയാണ്. വളരെ സന്തോഷമായി. ഈ സിനിമ തന്ന നമ്മുടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും മുഴുവൻ ഇതിനോട് കൂടെ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളോടും ആദ്യം ഒരു നന്ദി പറഞ്ഞു. പിന്നെ ഒരുപാട് സംസാരിക്കുന്നില്ല കാര്യം. ഈ കഴിഞ്ഞ ആഴ്ച ഏറെ താവട്ട് വന്നത് ഒരു സിനിമയുടെ ഒരു ആവശ്യമില്ലാത്തല്ലോ പറഞ്ഞു. ഞാൻ വെച്ചെടുത്തല്ല വെടികൊണ്ടത്, അതുകൊണ്ടാണ് കുഴപ്പം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും ഞാൻ എൻ്റെ സത്യമാണ് പറഞ്ഞത്. പക്ഷെ അവർ ഒരാൾക്ക് ഒരു 100 കൈ ഇടിയിട്ട് 10 എടുക്കുമെന്ന് പറയും. അദ്ദേഹത്തെ കാണിക്കുമ്പോഴുള്ള സീൻ അതാ, എന്നെ കൊല്ലുന്ന. അപ്പം ഇനിയിപ്പോൾ പറയാം. അപ്പോൾ ആ കൂട്ടത്തിൽ 10 കൈ എനിക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഞാനായിട്ട് മനമറിക്കുമെന്ന് വരും. ഒന്നും മറിച്ചില്ല. ഞാൻ സിനിമ മനോഹരമായിരുന്നു. എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ ഈ പടമാണെങ്കിൽ ഒരു നേരത്തെ അന്നം തന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇതുപോലെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. ഒരു സിനിമ എന്ന് പറയുന്ന ഓരോ ചരിത്രമല്ലേ. ഓരോ സിനിമ ഓരോ ചരിത്രങ്ങളാണ്. ആ നാടകത്തിന് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ പഴയ നാടകങ്ങളൊന്നും നമുക്കില്ലല്ലോ. പക്ഷേ സിനിമ ചരിത്രങ്ങളായി മാറുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു. അപ്പോൾ ആ സിനിമ ഇവിടെ വന്നിട്ട് കുഴപ്പമില്ല, നന്നായിരിക്കും ഇങ്ങനെ കാണാൻ പറയട്ടെ. ഞാൻ ഒരു സിനിമയിൽ വന്നിട്ട് എൻ്റെ സിനിമ ലോകത്തിൽ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നതാണ് ഞാൻ. അത് ഇഷ്ടമുള്ളവർ കേൾക്കുക, കണ്ടിട്ട് അനുഭവിക്കുക. എന്തായാലും ഈ സിനിമ സൂപ്പർ സിനിമയാണ്. ഇത് നുണയല്ല, ഇത് സത്യമാണ്. നുണയല്ല, സത്യമാണ്. അപ്പോൾ ഈ നുണയോടൊപ്പം കുറേ സത്യങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ ഒക്കെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ കുത്തൊഴുക്കത്തിനിടയിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമയും കൂടെ മലയാളത്തിലെ മുഴുവൻ നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസറെ നിലനിർത്തണം എന്നെങ്കിൽ ഞങ്ങൾക്ക് അടുത്തതിന് വേണ്ടി അല്ലേ. ഇത് ഓരോ നടിയിലാണല്ലോ, ഓരോ ചെറിയ നടി, അതിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. പറഞ്ഞാൽ അടുത്ത സിനിമയ്ക്കുള്ള ഒരു പ്രചോദനമാകട്ടെ, അതിലേക്ക് ഞങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം സന്തോഷം. ഓക്കെ, താങ്ക് യു. കൂടുതലായിട്ട് പല പറയുന്നില്ല. സുധാ മാമിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടായിരുന്നു ഒരു ക്രൂവിൻ്റെ കൂടെയുള്ള ഫുൾ എക്സ്പീരിയൻസ്? ഞാൻ ഒരു 30 വർഷം കൊണ്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ആളായിരുന്നു. അപ്പം ഹേമന്തും രാജേഷ് എന്ന് പറയുന്ന 2 പേരുണ്ട് നമ്മുടെ ഈ കേരളത്തിലെ വെറൈറ്റി നാടകങ്ങൾ ഇറക്കുന്ന 2 പേരാണ്. പക്ഷേ എന്നെ നാടകത്തിന് രാജേഷിൻ്റെ നാടകത്തിൽ അഭിനയിക്കണം, ഹേമന്തിൻ്റെ നാടകത്തിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ മോനെ എനിക്ക് പേടിയായിരുന്നു. ഹേമന്തിനെ എഴുതുന്നില്ല, ഈ രാജേഷ് എന്ന് പറയുന്നത് ഭയങ്കര ഡയറക്ടറാണ്, ഭയങ്കര കടുംപിടുത്തമുള്ള ആളാണ്. പ്രശ്നക്കാരനായി ഇരിക്കുന്നത് അപ്പൊ എന്നെ ഇങ്ങനെ നാടകത്തിലേക്ക് വിളിച്ചപ്പം പിന്നെ വള്ളുവനാട് ബ്രഹ്മയിലേക്ക് വിളിച്ചപ്പോൾ മോനാണ് അത് സംവിധാനം ചെയ്യുന്ന അറിഞ്ഞ് മേടിച്ച് വിറച്ച് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ വന്ന് എനിക്ക് വേഷം തന്നപ്പം മോന് ഒന്നും പറഞ്ഞില്ല, ഭയങ്കര. പക്ഷേ അതിൻ്റെ സഹകരണം കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. കുഞ്ഞങ്ങനെ നമ്മൾ പറയുന്ന പോലൊന്നും അല്ല, മോൻ നന്നായിട്ട് നമ്മളോട് വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ആ നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഒരു ദിവസം മോൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇനി നാടകമൊക്കെ നിർത്തിക്കോ, ഒരു സിനിമയിൽ ഒരു വേഷം തരാം. അല്ല, നിർത്തിക്കോന്നല്ല, ഇപ്പം ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് നമുക്കൊരു ഷൂട്ടിങ്ങിന് പോകാം. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ഷൂട്ടിങ്, ഞാൻ പോയി ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോലും പോയി കണ്ടിട്ടില്ല, എന്നെ എന്തിനാ അത് ചേച്ചി വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. ഇത്രയും മഹാനായ ആൾക്കാരുടെ മുൻപിലൊക്കെ എനിക്കൊരു സിനിമയിൽ ഒരു വാക്ക് പറയാൻ അവസരം കിട്ടിയതിൽ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഈ കുഞ്ഞുങ്ങളോടൊക്കെ. പിന്നെ നമ്മുടെ ജേക്കബ് സാറിൻ്റെ കുടുംബമായിട്ട് ഒരുപാട് അടുപ്പവും സ്നേഹവും അവരുടെ തന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ദ്രൻസിൻ്റെ കാര്യമാണ്.
അദ്ദേഹം ഇങ്ങനെയുള്ള ഒരാളാണെന്ന്, ഇത്രയും സൗമ്യമായിട്ട് ഇടപെടുന്ന ഒരാളാണെന്നൊക്കെ നമ്മൾ സഹകരിച്ചപ്പോഴാണ് അറിയുന്നത്. പിന്നെ ശിശിര അമ്മയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഒരുപാട്. പിന്നെ ബിജു എൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ച ആൾ. അപ്പം ഇതെല്ലാവരും എനിക്ക് പ്രധാനപ്പെട്ട ആൾക്കാരാണ് നാടകത്തിലൂടെ. അപ്പോൾ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ എത്തുന്നിട്ടുണ്ട്. അങ്ങനെ ആണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ ഈ സിനിമയിൽ നല്ലതാവണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞ്. ആദ്യത്തെ സിനിമയാണ് മോൻ്റെ, രാജേഷ് മോൻ്റെ. അപ്പോൾ അത് ഒരുപാട് വിജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷമാണ്. നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. നല്ല പോൾ സാറിലേക്ക് വരികയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു സർ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ? നമ്മുടെ മലയാള സിനിമയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചില നല്ല കഥയും നല്ല അഭിനയ മുഹൂർത്തങ്ങളും പിന്നെ അതുപോലെയുള്ള നല്ല പടങ്ങൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറ്. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് വരുന്നതിൽ ഒരു നല്ലൊരു പടം ഇതുവരെ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ച് നാടകത്തിൽ വളരെ തിളക്കമുള്ള ആളായിരുന്നു. ഇനി സിനിമയിൽ രാജേഷിൻ്റെ ഇതാണ്. പിന്നെ ഹേമന്തിൻ്റെ പറയാനില്ല. ഹേമന്ത് പിന്നെ തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് സിനിമയിലും. അപ്പോൾ ഇനി ഈ സിനിമ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഒന്ന് പറയണ്ടേ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത് സിനിമ എന്നുള്ള സംഭവം. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരും. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആൾ പോളേട്ടനാണ്. കാരണം പോളേട്ടൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുന്നത്, കാരണം ഫ്രെയിമിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കുന്നത് എൻ്റെ കൂടെയുള്ള അസോസിയേറ്റ് രമേശ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേപോലെ തന്നെ പോളേട്ടനോടാണ് ചോദിക്കുക, പോളേട്ടൻ അത് കറക്റ്റാണോ? കാരണം ഈ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തായാലും ഒരു തുടക്കക്കാരൻ സംവിധാനം എന്നുള്ള രീതിയിൽ വരും. എനിക്ക് നല്ലോണം വന്നിട്ടുണ്ട് സംശയങ്ങൾ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് പോളേട്ടനാണ്. കാരണം അങ്ങനെ ഉള്ള ഒരാളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ഇങ്ങനെ ഫ്ലോയിൽ പോകാൻ പറ്റില്ല. കാരണം വളരെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു സിനിമ. എല്ലാവരും ഒരേപോലെ നല്ല ടൈറ്റായിട്ട് നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആരോടും ഇങ്ങനെ ഒരു ഇതില്ലാണ്ട് വളരെ പതിയെ ചോദിക്കും, അത് ഓക്കെയാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്ത് തരികയായിരുന്നു. എൻ്റെ ഗുരു കൂടിയാണ്. ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഞാൻ പോളേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഒരു ഫസ്റ്റ് സിനിമയ്ക്ക് ക്യാമറ ചെയ്യാൻ പറ്റിയ എൻ്റെ ഗുരുനാഥൻ കൂടി എന്നുള്ളൊരു അവസ്ഥ കൂടി അതിനകത്തുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളെ പറ്റി രാജേഷിന് പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ജേർണേഴ്സ് വന്നു പോകുന്ന ഒരു ചിത്രമാണ് നുണ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കും ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള മറ്റെന്തൊക്കെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ചലഞ്ചസ് ആയിരുന്നു പോൾ സാർ ഒരു ഫുൾ മൂവിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ പടം ഒരു 50% നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പടമാണ്. അപ്പോൾ ഈ നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബിഗ് സ്ക്രീനിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഗ്രെയിൻസും അതെല്ലാം വരാനുള്ള സാധ്യതയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള നല്ലൊരു ക്യാമറയും എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് അതിൽ ഇതായിരുന്നു. പിന്നെ വളരെ ശ്രദ്ധിച്ച് രാജേഷ് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി മോണിറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കിയിട്ട് മോണിറ്ററിൽ നോക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് നമ്മളെ ക്യാമറയിൽ ഉണ്ടാവും. എങ്കിൽ തന്നെ അവിടുന്ന് രാജേഷ് പറയുമ്പോൾ തന്നെ നമുക്കത് ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് വേണ്ട. അത്രയും അറിയുന്നതുകൊണ്ട് ഈ ക്യാമറ സൈഡും രാജേഷിന് അറിയുന്നതുകൊണ്ട് എനിക്ക് വളരെ അതൊരു ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ DA ചെയ്തിട്ട് ഞാനത് പടം കണ്ടിരുന്നു. വളരെ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ. ഇന്ദ്രൻ ചേട്ടനൊക്കെ അതിപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയാനുള്ള നമ്മളത്ര ആയിട്ടില്ല. അപ്പോൾ പ്രമോദേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ പടമാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു നുണ എന്ന് പറയുന്ന ചിത്രത്തിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആ ഒരു റാപ്പോ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? അത് പറയുമ്പോൾ കുറച്ചുകൂടെ പുറകോട്ട് പോകണം. സ്പടികം സിനിമയുടെ ഷൂട്ട് എൻ്റെ വീടിനടുത്താണ്, ചങ്ങനാശ്ശേരി. ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. അപ്പോൾ അന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളെ എന്നും ഇഞ്ഞ് പോരുക ഷൂട്ടിങ് കാണാൻ വേണ്ടി. ഇത്തേക്ക് ലാലേട്ടനൊക്കെ നിൽക്കുകയല്ലേ. അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വണ്ണം കുറച്ച ഒരാൾ അതിലേക്ക് കിടന്നു ഒരു സ്ഥലത്ത് ഇരിപ്പുറയ്ക്കാതെ ഇങ്ങനെ ഒരാളെങ്ങനെ ഓടി കിടക്കുന്നതൊക്കെയാണ് എൻ്റെ കാഴ്ചയിൽ ആദ്യം തീർച്ചയായിട്ടും. അന്ന് സ്വപ്നത്തിൽ വിചാരിച്ചല്ലേ ഇങ്ങനെ ഇരിക്കുമെന്നോ, അല്ലെങ്കിൽ ഒന്നിച്ചൊരു സിനിമയിൽ വരുമെന്നോ, അല്ലെങ്കിൽ ഒരു വലിയ സ്ക്രീനിൽ ഒന്നിച്ച് ചേരുമെന്നൊക്കെ. കേട്ടോ അന്ന് എന്താ നമ്മളെ അത്ഭുതപ്പെടുത്തിയോ അതിൻ്റെ അപ്പുറമായി ഈ പടത്തിൽ. കേട്ടോ പറയാതിരിക്കാനൊക്കെ അല്ലേ. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഞാൻ ഇരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ രേഷ സാറിൻ്റെ വീടിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ പൊഴി പോലെ എന്തായാലും പൊഴി തന്നെ കലിങ്കൊക്കെ ഉള്ളത് വെളുപ്പിന് 4:45 കേട്ടോ. ഈ പാവപ്പെട്ട തണുപ്പ് തരുന്ന അഭിനയിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ആരോഗ്യപരമായി നമ്മൾ അങ്ങനെ പറയല്ലേ, ജനുവരിയാണ് പറഞ്ഞാൽ അത് സഹിക്കല്ലോ. ആ വെള്ളത്തിൽ കഴിഞ്ഞിട്ടേ എന്നിട്ട് നമ്മൾ സതീഷിന്റെ ഒരു സീൻ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടാണ് തണുത്ത വെള്ളമായിട്ട് അഭിനയിക്കുന്നത്. 2 അഭിനയമായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ അവിടെ ആ സമയത്തേക്ക്
ഒരു മടിയും വിചാരിക്കാതെ ഒരു താരത്തിൻ്റെതായ ഒരു കാര്യങ്ങളും കാണിക്കാതെ നമ്മളോട് സഹകരിച്ചപ്പോൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ശരീരം കൊണ്ടല്ലെങ്കിൽ കൂടി മനസ്സുകൊണ്ടും കഴിവുകൊണ്ടും വലിയ മനുഷ്യൻ്റെ കൂടെ നമ്മളൊക്കെ വല്ലാതായിപ്പോയത്. നമ്മളൊന്ന് ഇത് ചെയ്താൽ പോരാൻ തോന്നിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ദ്രൻ ചേട്ടൻ്റെ എടുത്തു വെക്കാവുന്ന ഷോക്കേസ് ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ക്യാരക്ടർ ഈ പടത്തിലുണ്ട്. ഈ സിനിമയിൽ ഇതൊരു അത്ഭുത പടമായിരിക്കും ഉറപ്പാണ്. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇവരെ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും എല്ലാവരും ഇവിടെ ഒന്ന് കാണ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്നതിനകത്ത് തള്ളുണ്ടോ അതോ സത്യമാണോ കേട്ടോ. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ വിജയേട്ടാണെങ്കിലും പറഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ നാടകത്തെ വല്ലാതെ പറയുന്നത്, അത് വിട്ടൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനൊക്കില്ലെന്ന്. കാരണം 26 വർഷം ഇതുകൊണ്ടാണ് ചോറേണ്ടത്. ഉണ്ടതും ഉറങ്ങിയതും ഉടുത്തതും മരുന്ന് കഴിച്ചതും എല്ലാം വീട്ടിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയിടുന്നത്. എൻ്റെ അച്ഛന് മരുന്ന് മേടിച്ചതും അമ്മയ്ക്ക് ഡ്രസ്സ് മേടിച്ചതും ഭാര്യയ്ക്ക് ആഹാരം കൊടുത്തതും എല്ലാം നമുക്ക് നാടകമാണ്. അപ്പോൾ അതിനെ വല്ലാതെ നമുക്ക് അത് പറഞ്ഞിട്ടൊരു സംസാരം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നാടകക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഞാനിപ്പോഴും നാടകക്കാരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനാണ് സത്യം, അടിസ്ഥാനപരം. മറ്റേ സിനിമയൊക്കെ എന്തോ അങ്ങനെ പറയാൻ പറ്റിയ ഒരാളായിട്ടില്ല. ആകട്ടെ, മുന്നോട്ട് പോകുമ്പോൾ പറയാം. അത് പേടിയും കൂടെ. ഞങ്ങളുടെ നാടകത്തിൽ ഇത്രയും റിവ്യൂസുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് വരാറില്ല. ഇപ്പോഴാണ് അടുത്ത വന്നത്. ഇപ്പോൾ നമ്മുടെ ശാന്തോ എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ചർച്ച വന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായൊരു സിനിമയായിരിക്കും ഇത്. പൈസ മുടക്കി നിങ്ങളുടെ ജീവിതത്തിലെ, പ്രേക്ഷകരുടെ ജീവിതത്തിലെ നല്ല അധ്വാനത്തിൻ്റെ ഒരു ചെറിയ പൈസയാണ് സിനിമയ്ക്ക് വേണ്ടി മെനക്കെടുക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരുപാട് 24 മണിക്കൂറിൽ നല്ല 2 മണിക്കൂറാണ് അവർ സിനിമ കാണാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. ഈ 2 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെടുന്ന 2 മണിക്കൂറായിരിക്കും. ഉറപ്പാണ് ഈ സിനിമ, ഉറപ്പാണ്. അത് ഞങ്ങളെക്കാട്ടിലുപരി ഈ ഇന്ദ്രൻസേട്ടനെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ കുറേ കഴിയുമ്പോൾ മടുക്കും. ഇതൊന്നും അല്ലത്, ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ പിന്നെ രസകരമായ കുറെ കാര്യം ചേച്ചിയെക്കുറിച്ച് പറയുന്നത്, തമാശകളൊക്കെ പറഞ്ഞു പോയില്ലേ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മണ്ടിയായിട്ടൊരു ചേച്ചിയുണ്ട് ഈ മനുഷ്യൻ ആണ്. ഞാൻ പറഞ്ഞത് ചിരിച്ച് നമ്മുടെ സ്ത്രീവിരുദ്ധതയായിട്ട് പറയരുത്. ഇതല്ല, ചേച്ചി ഇരിക്കുകയല്ല, ചേച്ചിയെ ഭയങ്കര രസമാണ്. ഈ സിനിമയിൽ ഏറ്റവും വലിയ ഹ്യൂമർ ചേച്ചിയാണ്. സിനിമയിലല്ല, ആ സിനിമയുടെ ലൊക്കേഷൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള. ഇവരുടെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ നമ്മൾ വല്ലാതായി പോയി. ഒരാള് രസകരമായ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ചേച്ചിനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നുണ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്. അതാണ് ചേച്ചി നാടകത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചിക്ക് ഒരു ഫോൺ വരിക. ചേച്ചിയെ എന്നാ കുര്യൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്, കുര്യൻ വിളി. എന്നാ കുര്യ ചേച്ചി അറിഞ്ഞോ നമ്മുടെ നാളത്തേക്കൊന്നും ഒരു 1-2 ദിവസത്തേക്കൊന്നും മുടങ്ങാൻ സാധ്യതയുണ്ട്. എന്താ? അയ്യോ എന്നാ പറ്റി കുഞ്ഞ്, എന്നാ അപ്പോൾ എന്നാ? അതേ നമ്മുടെ ചൂനാട് ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ചൂനാട് ചേച്ചി എന്ന് പറഞ്ഞാൽ ആണാ ഉടനെ ആണോ ഒന്ന് പറയും. പുള്ളിക്കാരെ കൽപ്പത ഉടനെ ചേച്ചിയുടെ മോള് വന്നു വെച്ച് എന്നെ അമ്മ ഒന്നുമില്ലടി, ചൂനാട് ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്യാം. എൻ്റെ അമ്മ പുള്ളി ആണല്ലേ അമ്മ, അങ്ങനത്തെ മണ്ടിയാണ്. മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലാക്കും. അതുപോലെ തന്നെ ചേച്ചി പിന്നെ ഒരു കോമഡി ഉണ്ട്. ചേച്ചി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കക്ഷി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുക. ഈ പടമൊക്കെ അവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഹലോ, മറ്റേ സുധാബാബു അല്ലേ? അതെ, ഒരു സിനിമ, നമ്മളൊരു സിനിമാ പ്രവർത്തകരാണ്. ഞാൻ ഡയറക്ടറാന്ന് പറഞ്ഞ് ചുമ്മാ പേരൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ KPSL ചേച്ചിക്ക് വെച്ചിരുന്ന വേഷമാണ്. അയ്യോ ആണോ ആ വേഷമാണ് ചേച്ചിക്ക്, പക്ഷെ ബ്ലൗസ് ചേരുമെന്ന് തോന്നില്ലെന്ന്. വേഷം എന്നൊക്കെ ഉദ്ദേശിച്ചപ്പോഴേ രസല്ലേ, അത് ഞാൻ കൊണ്ടുവന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ച കക്ഷിയാണ്. അങ്ങനത്തെ ഒരു ഭാഗം കേട്ടോ. പക്ഷേ ഈ സിനിമയല്ല ഇത്, ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നാടകത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാണല്ലോ, അത്ഭുതപ്പെട്ട്. പിന്നെ ഇപ്പം ചേച്ചി പറഞ്ഞ എന്നോട് വേറൊരു സത്യസന്ധമായ ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നികർട്ട് നടക്കുന്ന കാലത്ത് നാടകം ചെയ്യുന്നവരാണ് ഇവരൊക്കെ. കാരണം അതിൻ്റെ കാര്യം അപ്പം അത്ര ലെജൻഡ് അല്ല, പ്രായക്കൂടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആ കഴിവില്ല. എത്ര വർഷമാണ്? 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മോശം കാര്യമാണ്. ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ കൂലും കൂപ്പം നാടകപ്പറമ്പിൽ അതിൽ അപ്പോൾ വരും പിള്ളേർ മറുപടിയും കൊണ്ട് വേറെ പണിക്ക് പോടെന്ന് പറയും നാടകത്തിൻ്റെ. അത് നമ്മൾ നേരിട്ടുള്ള ഇതുപോലെ ഇരുന്ന് സംസാരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ലെജൻഡുകളായി 30 വർഷം ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മോശം കാര്യമാണത്. നല്ല പ്രായമുണ്ട്. അപ്പോൾ അങ്ങനല്ലേ. അപ്പോൾ അതുപോലെ എത്രയോ കാലമായി ഇങ്ങനെ എത്രയോ ആളുകൾ മലയാള നാടകത്തിൽ ശക്തർ. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഈ പടത്തിൽ ഗംഭീരമായ വേഷം സതീഷ് ഒക്കെ ചെയ്യുന്ന വേഷം കണ്ടാണല്ലോ നമ്മൾ ഞെട്ടിപ്പോവും. മുമ്പേ അവർ പറഞ്ഞില്ലേ, സതീഷ് അല്ലാതെ ആ ക്യാരക്ടറിന് ഒരാളെ പറയാനില്ല. ഉറപ്പാ. അല്ല, ഞാനതിലേക്ക് വരികയാണ്. എല്ലാവരും പൊക്കുമ്പോൾ ഇവരെന്നെ പൊക്കുമല്ലോ. അതാ വിജയേട്ടനൊക്കെ നമ്മൾ അത്ഭുതത്തോടെ കൊതിയോടെ നോക്കിയിരിക്കും. ഞങ്ങൾ നാടകക്കാരെ കുറിച്ച് മൊത്തം എല്ലാവരും പറഞ്ഞ് അതിഭാവത്വം ഇടുന്നവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 150 അടിക്ക് അപ്പുറത്ത്, അല്ല 100 അടി പോലും വേണ്ട, അതിനപ്പുറത്തോട്ട് ഒരു വക മനസ്സിലാക്കുന്നില്ല, ശബ്ദം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടുതലിടണം. ഞെട്ടൽ നമ്മൾ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നു. നമ്മൾ സിനിമയിൽ ഇങ്ങനെ ഞെട്ടിയ സ്ക്രീനും കഴിഞ്ഞ് അപ്പുറത്ത് പോകും. ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ നാടകങ്ങൾ കണ്ടു നോക്കും. പക്ക ലൈഫായിട്ട് ജീവിതം അവർ കാണിക്കുന്നുണ്ട്. ജീവിതം കാണിക്കാൻ അറിയാവുന്നവരായിരിക്കുന്നത്.
ഞാനിപ്പോൾ ഇവരെ 1-2 നാടകം കണ്ടു ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞു ഇനി ഞാൻ നാടകം കാണാൻ വരുന്നില്ല, നാടകം കണ്ടാൽ വീണ്ടും എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം തോന്നിപ്പോകും. അതുകൊണ്ട് അത് മോശമാണെന്നുള്ളതല്ല, അല്ലാത്ത കുറേ കാര്യങ്ങൾ ഇത് കിട്ടുന്നുണ്ടല്ലോ എല്ലാം കൊണ്ടും. അത് ഇട്ടേക്ക് വരാനുള്ള മനസ്സിൻ്റെ മടിയുണ്ട്. ജീവൻ്റെ അപ്പോഴും അന്നും എന്നും നാടകക്കാരനാകാൻ ആഗ്രഹം. നാടകത്തിലെ ആർട്ടിസ്റ്റുകളെ നമുക്ക് ഈ സിനിമയിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം റീസെൻ്റ്ലി വന്ന കനക ചേച്ചി നാടക നടിയാണ്. ഇപ്പോൾ എന്നെ സുധി ചേച്ചിനെ പോലെ തന്നെ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ആക്ട്രസ്സാണ് അവർ. ഇവർക്ക് ഇതിൻ്റെ സാങ്കേതികത്വം മാത്രമേ പ്രശ്നം വരുള്ളൂ. ഏത് ലെൻസാണ് വെച്ചിരിക്കുന്നത്, ഏത് ക്യാമറയാണ്, എവിടം വരെ പോകണം, എത്രത്തോളം എക്സ്പോസ് ചെയ്യണം എന്നുള്ളൊരു അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഇവർ 1 ദിവസമോ 2 ദിവസമോ മതി. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർ പക്കയാണ്. അപ്പോൾ ഇവർ പറഞ്ഞാൽ അതിഭാഗം എന്നുള്ള സംഭവം അതൊക്കെ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് നാടക ആർട്ടിസ്റ്റിൽ ഈ കൊറോണയ്ക്ക് ശേഷമാണ് നാടകത്തിലുള്ള ഒരുപാട് പേര് സിനിമയിൽ സജീവമായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇന്ദ്രൻ സാറിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കുകയാണ്, രാജേഷ് ചേട്ടൻ്റെയും ഹേമന്ത് ചേട്ടൻ്റെയും കൂടെ ഉണ്ടായിരുന്നുള്ള ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്, ഒരു മൊത്തം ചിത്രം നുണ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ ഫുൾ ടൈം നിങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു റാപ്പോ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ടെക്നിക്കൽ സൈഡിലുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇവരിതൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയും നേരം പറഞ്ഞത് നുണയാണെന്ന് കരുതിക്കോ. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം, ഞാൻ അന്തപ്പെട്ട് ചെയ്തു പോയതാ. സിനിമയിൽ കൂടെ അഭിനയിച്ച് ഒരുപാട് പരിചയം ഇല്ലെന്നേ ഉള്ളൂ. ഈ കൂടെ നിന്നവരുടെയൊക്കെ കൂടെ നിൽക്കാൻ ഇച്ചിരി പാടുണ്ട്. ആരും ചില്ലറക്കാരൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ആ താളത്തിന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇച്ചിരി പരിചയം കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതെല്ലാം ഒരു എന്താ പറയും, ഒരു ഫ്രെയിമിൽ വരച്ച് വെക്കുന്ന പോലെ തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്ന പോലെ എനിക്ക് അതിൻ്റെ അറിയാം. കൂടെ ഇപ്പം ബിജു ആണെങ്കിലും ചേച്ചിയോ അവരൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പൊടി ശ്രദ്ധിക്കണം, ചില്ലറക്കാരല്ല എന്നൊരു തോന്നലുള്ളിൽ കിടക്കും. അപ്പം പലപ്പോഴും ഒരുപാട് ശ്രദ്ധിച്ചു ഞാൻ അങ്ങോട്ട് അതിന്ന് ആ താളത്തുനിന്ന് താഴോട്ടായി പോകാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നെ എനിക്ക് അറിയാം, രാജേഷ്ജിയെ അറിയാം, ഹേമന്തിയുടെ സ്ക്രിപ്റ്റിൻ്റെ ശക്തി അറിയാം. അപ്പോൾ അത് അവരിൽ നിന്ന് എന്തെങ്കിലും പുതിയത് എനിക്ക് കിട്ടും എന്നുള്ളൊരു ശ്രദ്ധയിൽ തന്നെയായിരുന്നു. പിന്നെ പോളിനെ വളരെ കാലമായിട്ട് ഞാനൊക്കെ തുടങ്ങുന്ന കോസ്റ്റിങ്ങിൻ്റെ കാലം മുതൽ പോളിനെ അറിയാം. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ എപ്പോഴും ഇവിടത്തേക്കൊരു ഇപ്പം ഇദ്ദേഹം അംഗീകരിക്കുന്ന, നേരത്തെ ഇദ്ദേഹം തന്നെ പറഞ്ഞത് പരിചയമുള്ള ഗുരുനാഥനെ പോലത്തെ ഒരു ക്യാമറാമാൻ അറിയാവുന്നൊരു അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു. ഇത് പറയാൻ നാണക്കേട് തോന്നുന്നവരാണ് പലരും, പുതിയതായിട്ട് വരുന്നവരിൽ പലരും. അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. കാരണം എങ്ങോട്ട് നോക്കണം, ലുക്ക് തരാനോ അല്ലെങ്കിൽ അടുത്ത ഷോട്ട് എന്തെന്ന് മാർക്ക് ചെയ്ത് തരാനോ, അതൊക്കെ പുതിയ ഡയറക്ടർ എല്ലാവരും പഠിച്ചിട്ട് വരുന്നവരല്ല. പക്ഷേ മനസ്സിൽ സിനിമ കാണും. അപ്പോൾ ടെക്നിക്കലി അറിയാവുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഒരു ക്യാമറ വയ്ക്കുന്നത് ഭയങ്കര നാണക്കേട് പോലെ പറയുന്നവരുണ്ട്. അവിടെയൊക്കെ നമ്മളോട് പെട്ടുപോയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സേഫായിരുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മനസ്സിലുള്ളത് ചെയ്തു തന്നാൽ മതി. ക്യാമറമാന് എന്താണ് ചോദിക്കാൻ അദ്ദേഹം തൻ്റെ ഇടം കാണിക്കുന്നു. അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ. ഞാനിത് പറഞ്ഞ ഇതേപോലെ പോയ 2-3 സിനിമയിൽ പോയിട്ട് വളരെ സങ്കടപ്പെട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അനുസരിക്കുന്നത് അവൻ്റെ ഒരു പക്ഷേ മോശമായി പോകും. ഡയറക്ടർ എന്ന് വെച്ചാൽ അങ്ങനെ ആരെയും എല്ലാവരും മോളിൽ നിൽക്കണം എന്ന് കരുതുന്ന കൂട്ടത്തില്ല. മുടുക്കന്മാർ ഒരുപാടുണ്ട്. അതിൽ ഞാൻ അപൂർവമായിട്ട് ഇതിപ്പം സാറ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരാളെ വായിന്ന് കേട്ടപ്പോഴത്തെ എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, സിനിമ എന്ന് പറയുന്ന ഒരു ടീം വർക്ക് തന്നെയാണ്. അതിൽ ഒരാൾ മുൻപിൽ ഒരാൾ താഴുന്നില്ല. നമ്മുടെ ഈ സിനിമയുടെ പോസ്റ്ററിൽ നോക്കിയാൽ അറിയാം, എഴുത്തുകാരൻ്റെ പേരാണ് ഞാൻ ഫസ്റ്റിൽ വെച്ചിരിക്കുന്നത്. എന്നോട് പലരും പറഞ്ഞു ഡയറക്ടർ ഫസ്റ്റ് വേണം, ഞാൻ പറഞ്ഞു പറ്റില്ല, അത് നടക്കില്ല. കാരണം എഴുത്തുകാരനില്ലെങ്കിൽ സിനിമ ഇല്ല. അപ്പോൾ അത് എല്ലാവരും കൂടെ ടീം വർക്കിലാണ് നല്ലൊരു സിനിമ ഉണ്ടാവില്ല. അതായത് സംവിധായകൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നും ഒരിക്കലും നല്ല സിനിമ ഉണ്ടാവില്ല. ഒരു ക്യാമറ ഒന്ന് പാളിയ സിനിമ മൊത്തം പാളും. ക്യാമറേൻ്റെ ഒരു ലൈറ്റിംഗ് പാളിയാൽ മതി. ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പോളേട്ടൻ പറഞ്ഞ പോലെ റിസ്കി ലൈറ്റിംഗാണ്, കംപ്ലീറ്റ് നൈറ്റ് ഷോട്ടുകളാണ്. ഈ നൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര പ്രോബ്ലം ഉണ്ട്. കാരണം അത്രയും ടൈം തണുപ്പത്താണ് നിൽക്കുന്നത്. ജനുവരി ഫെബ്രുവരി സമയത്ത് തണുപ്പറിയാം, വയനാട്ടിലെ തണുപ്പ്. ഇന്ദ്രൻസേട്ടൻ ഞാൻ ചൂടായത് അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത് ഇന്ദ്രൻസേട്ടന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഈ സതീഷേട്ടൻ കിടക്കുന്ന അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ കട്ടുകൂടിയ വെള്ളമാണ്, ഭയങ്കര തണുപ്പായിരിക്കും. എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ തണുപ്പത്ത് സതീഷേട്ടൻ കിടക്കുകയാണ് വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് നേരം കിടന്നാൽ തണുപ്പ് ഓട്ടോമാറ്റിക്കലി മാറും. പക്ഷേ പുള്ളിക്ക് കിടക്കാൻ പറ്റുന്നത് വിറക്കുകയാണ്. എന്നിട്ടും ഈ പാവം ഇങ്ങനെ കിടക്കുകയാണ് സംഭവം. അപ്പോൾ ചൂടുവെള്ളം കൊണ്ടിങ്ങനെ ഒപ്പുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻസേട്ടന് വിഷമായി.
അപ്പോൾ ഒരു ടേക്ക് 2-3 പ്രാവശ്യം വിന്യസൻ പറഞ്ഞു മതി 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 അത് മതി, അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു. അത് മനുഷ്യനാണെന്ന് ഓർക്കുന്നത് സംഭവം ശരിയാണ്. കാരണം അത് നമുക്ക് അത് എനിക്കും ടെൻഷൻ. അപ്പോൾ പക്ഷെ സതീഷേട്ടൻ പറയുന്നറിയോ, അവർക്ക് വേണ്ടി ഞാൻ ചാകുമെന്ന് പറഞ്ഞു, ഹേമന്തിന് രാജേഷിന് വേണ്ടി ഞാൻ ചാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻസേട്ടൻ കഴിഞ്ഞ് വയ്ക്കാൻ തന്നെ ആളെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. അത് അങ്ങനെ ഒരു ഇത് കൊടുക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം ആ സമയ പ്രശ്നം ഇന്ദ്രൻസേട്ടനും പ്രശ്നമാണ്. കാരണം ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. ആ തണുപ്പത്ത് ഞാനൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് വയനാട്ടിലെ തണുപ്പ് അറിയാം, ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ടീമിനെ കിട്ടുന്നതുകൊണ്ടാണ് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ് ആയി പോയാ. അതുപോലെ തന്നെ ഈ വേറൊരു കാര്യം പറയാതിരിക്കാൻ നോക്കിയാലേ, ഇത് ഈ ശരിക്കും ഒരു സംവിധായകൻ എന്ന് പറയുന്നതിൻ്റെ എല്ലാ മേലങ്കികളും ഇദ്ദേഹത്തിനുണ്ട്. ഈ പടത്തെ ഞങ്ങളെ അഭിനയിപ്പിക്കുക മാത്രമല്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ചെയ്തിരുന്ന പണികൾ അതിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഈ 6 പേര് വെക്കാനൊക്കെ അല്ലേ, എനിക്കൊന്ന് 2 പ്രൊഡ്യൂസറുടെയും എഴുത്തുകാരൻ്റെ പേര് മാത്രമേ വെക്കാനൊക്കത്തുള്ളൂ, ക്യാമറാമാൻ്റെ. ബാക്കി ഏകദേശം ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ സ്റ്റുഡിയോയ്ക്ക് ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എല്ലാ പരിപാടിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി ബോധ്യമുള്ള ഒരാളാണ്. നല്ല മ്യൂസിക് സെൻസാണ്, നല്ല ഈ ഫോട്ടോഗ്രാഫിയിൽ ഒക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. അല്ല, അത് എനിക്കിഷ്ടമുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിങ്. അതുപോലെ തന്നെ അതെൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ടാണ് ഞാൻ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അത് അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് അങ്ങനെ ഹൈഡ് ചെയ്ത് പോരുത്, അത് ആ കഴിവുകളെ ഹൈഡ് ചെയ്ത് പോരുത്. നാടകം ചെയ്താലും മോൻ തന്നെ അതിനകത്ത് മൊത്തം വർക്കും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു നാടകം ചെയ്താൽ റെക്കോർഡിങ്ങിന് വേറെടുത്ത് പോകും. ഇതൊന്നും മോനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വേണ്ട, എല്ലാം ക്യാമ്പിൽ റെഡിയാണ്. സെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ സുജാത മാഷൊക്കെ വരയ്ക്കുന്ന സെറ്റ് മോൻ തന്നെ വരച്ച് പിറ്റേന്ന് ഞങ്ങൾ കാണുക. ഒന്നിലും ഒരു വിട്ടുവീഴ്ചയില്ല, പുള്ളി തന്നെ ചെയ്യും. നാടകമായാലും ഭയങ്കര, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ലതാ. നമ്മൾ ഈ സെറ്റിനെ പറ്റിയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജയൻ ചേട്ടൻ എന്താണ് ഈ ഒരു സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ക്രൂവിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ഷെയർ ചെയ്യാനുള്ളത്? ഈ രസകരമായ കാര്യം ഞാൻ പറഞ്ഞാൽ അതും സീരിയസ് ആയി പോകും. എന്നാലും പറയാമേ, ഒരു ഷാപ്പിൻ്റെ സെറ്റുണ്ട് ഞങ്ങളുടെ. അപ്പം ഒരു സീനിൽ കുറേ ആളിരുന്നിങ്ങനെ കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രദേശവാസിയായ ഒരു മനുഷ്യൻ കുറേ സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് അല്പം മദ്യപിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം കള്ളൊക്കെ കുടിച്ച് ആ ഷോട്ട് കഴിഞ്ഞു, ബാക്കിയെല്ലാം എഴുന്നേറ്റ് പോയപ്പോൾ തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അദ്ദേഹം ഓടി വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ബാക്കി വെക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞു എടുത്ത് ഒറ്റ കുടിച്ചപ്പോഴാണ് അറിയുന്നത് പാൽ വെള്ളം കലക്കി വെച്ചതാണ്. ഒരു തുപ്പാണ്. തുപ്പിട്ട് എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഞാൻ എന്തേ എന്ന് വെച്ചു. ഒന്നുമില്ല, പാലും വെള്ളമല്ലേ. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കുണ്ടല്ലോ, അങ്ങനെ നടന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഒരു മരമുണ്ട് അവിടെ. ആ മരത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ ഉറക്കെ തെറി പറയുന്നുണ്ട്. എന്നിട്ട് നടന്ന് പോകുന്ന അപ്പം ചിരിച്ചിട്ട് നിർത്തിയില്ല. കാരണം ഇദ്ദേഹം ഈ ബാക്കി വെച്ച കള്ള് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുന്നതാണ്. കള്ള് ബാക്കി വെച്ചപ്പം പാലും വെള്ളമായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നല്ല രസമുള്ള മൊത്തം അത് ഒരു അതിൻ്റെ ഹെഡായുള്ള രാജേഷിൻ്റെയും ഇവരൊക്കെ ഒരു മൂഡ് കൊണ്ട് തന്നെ വളരെ രസകരമായിരുന്നു. അത് എന്നാൽ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് സീരിയസും വളരെ അനുസരണയോടുകൂടി, ഞാനടക്കം വളരെ എല്ലാവരും അനുസരണയോടുകൂടി നിൽക്കുകയും അതിൻ്റെ ടൈമിൽ കൃത്യസമയത്ത് തീരുകയും. ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ ഞാൻ ഒരു അത്യാവശ്യം വേറെ സിനിമകളിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പ്, അഭിനയിച്ചിട്ടില്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിൻ്റെ അതൊക്കെ പ്രൊഡ്യൂസർമാരെ ഞാൻ കണ്ടതാണ്. ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യൻ ചന്ദ്രൻ ഉദിച്ച പോലെ എപ്പോഴും ഉണ്ടാവും, എന്ത് ടെൻഷനുള്ള ദിവസവും ചിരിച്ചോണ്ട്. അപ്പോൾ ഞാൻ ജഗപട ഇതെന്താ ഇങ്ങനെ ഒരു ടെൻഷൻ, എന്തിനും ടെൻഷൻ പിടിച്ചിട്ട് കാര്യം? സംഭവിക്കേണ്ടത് സംഭവിക്കും, വിജയിക്കേണ്ടത് വിജയിക്കും, എനിക്കൊരു ടെൻഷനുള്ളത്. അപ്പോൾ അത് ആ ചിരി കാണുമ്പോൾ ഒരു സമാധാനമാണ് നമുക്കൊക്കെ. അതൊക്കെ അങ്ങനെ ഒരു രസമായിരുന്നു അത്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ എല്ലാവരും പറയാറുണ്ട്, ഇയാളെ പോലെ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകളാണ് ഇങ്ങനെയാണെന്ന്. ഈ സിനിമയിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിൽ നമുക്ക് മറക്കാൻ വെക്കാത്ത അല്ലെങ്കിൽ ഇത്തിരി വേദന തന്നിട്ട് പോയ നമ്മുടെ പ്രേമേച്ചി അല്ലേ. അതിനകത്ത് ഞാനൊരിക്കലും ഷൂട്ടിൻ്റെ എല്ലാം ചേച്ചി അവിടെ നിന്ന് ഞാൻ ആദ്യം എനിക്ക് അത്ര വലിയ പരിചയമില്ലായിരുന്നു. ഞാൻ നിൽക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരാളെ പോലെ ഒരു നമ്മളൊക്കെ വിട്ടു പോയപ്പോൾ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം വല്ലാത്തൊരു പ്രയാസം. അതൊക്കെ കറക്റ്റ് ആ കഥാപാത്രം മുമ്പ് സതീഷേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിന് അപ്പുറത്ത് വേറെ ആളെ നമുക്ക് ചിന്തിക്കാനില്ല എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്ക് അല്ലേ ചേച്ചി നിങ്ങൾ ഒന്നിച്ച് കുറേ ദിവസങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലേ, അത് ഭയങ്കര ഒരു വേദന. കറക്റ്റ് അങ്ങനെ ആ ആളാണ് അവർ
അതാണ് അപ്പോൾ അവർക്ക് വേണ്ടി ആ ചേച്ചിക്ക് വേണ്ടി വന്നു. ഇല്ല 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 അതൊരു നഷ്ടം അല്ലേ, നുണയിലെ ഒരു നഷ്ടമാണ് കേട്ടോ. നുണ എന്ന ചിത്രത്തിന്റെ ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ചിത്രത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെയാണ് നമ്മളോട് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഈ ഒരു മൂവി തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്പം ഈ മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.